കൊച്ചിനും അവർക്കും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതല്ല, ആ സാറുണ്ടല്ലോ, ആ സാറിന്റെ അവസ്ഥ കണ്ട് എനിക്ക് തന്നെ കഷ്ടം തോന്നി. നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലേ? ഇതിനെന്തിനാ വിഷമിക്കുന്നേ? ആ മേഘന എന്റെ മിഥുനെ തട്ടിയെടുത്ത് കല്യാണം കഴിച്ചപ്പോ ഞാൻ വിഷമിച്ചതാ. എന്റെ മിഥുനെ എന്നിൽ നിന്ന് അകറ്റി മിഥുന്റെ 2 കുട്ടികൾ പ്രസവിച്ചപ്പോഴും ഞാൻ വിഷമിച്ചതാ. ഞാൻ ഏതൊക്കെ പ്ലാൻ വർക്കൗട്ട് ചെയ്താലും അതാ 2 കുട്ടികളെ വെച്ച് അവൾ അത് തകർക്കുമ്പോഴും ഞാൻ നന്നായി വിഷമിക്കുമായിരുന്നു. അപ്പോ ആ പെൺകുട്ടി അവരുടെ മോളാണോ? സരിയ നിങ്ങളോടൊന്നും പറഞ്ഞില്ലായിരുന്നോ? കഥയൊന്നും അറിയാതെയാണോ അഭിനയിക്കാൻ വന്നേ? എനിക്കിങ്ങനെ മുഴുവൻ സ്റ്റോറിയൊന്നും അറിയില്ല മാഡം. ജസ്റ്റ് കുട്ടിയെ ഇവിടെ നിന്ന് ഇറക്കണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ചക്കയും ചിക്കും അവള് പ്രസവിച്ച മക്കളാ. പക്ഷേ ചക്കിയുടെ കാര്യം അവർക്ക് ആർക്കും അറിയില്ല. അതറിഞ്ഞോ അവള് പിന്നെ വേറെ എങ്ങോട്ടും പോവില്ല. മഞ്ജരി, ഈ കഥയ്ക്ക് എന്തിനാ ഇവരോട് പറയുന്നത്? ശരി മാഡം, നിങ്ങളുടെ കഥയൊക്കെ ഞാനെന്തിനാ അറിയുന്നത്? എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്ത് തീർത്താ പോരെ. എന്നാലും 3 ദിവസം ഇവിടെ നിൽക്കണമെന്ന് പറയുമ്പോ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ആ മേഘനയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നാളെ അത് കഴിഞ്ഞോ നിന്നെ ചക്കി ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കാം. നിങ്ങൾ പോയി ഇപ്പൊ റെസ്റ്റ് എടുക്ക്. മഞ്ജരി, ആവശ്യമില്ലാത്ത കഥകളൊക്കെ അവളോട് പറഞ്ഞെന്തിനാ? അവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അതൊന്നും സാരമില്ല ആന്റി, അവര് പെയ്ഡ് ആർട്ടിസ്റ്റ് അല്ലേ. അവർക്ക് ആകെ കൂടി വേണ്ടത് അവർക്ക് പറഞ്ഞു ഉറപ്പിച്ച പണോ, അല്ലാതെ നമ്മുടെ കഥകളല്ല. എനിക്കറിയില്ല, ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എത്ര വലിയ പെയ്ഡ് ആർട്ടിസ്റ്റ് ആണെങ്കിലും താനൊരു മനുഷ്യനാണ്, ഹൃദയമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഏത് നിമിഷം വേണമെങ്കിലും ചതിച്ചിട്ട് പോയാലോ? അത്രയൊന്നും ഇത് പോവില്ല ആന്റി. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചക്കി എവിടെന്ന് പറഞ്ഞു വിടാൻ പോവോ? അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ മേഘന ഇന്ന് നമുക്ക് തലവേദനയായിരിക്കും. ചിലപ്പോ ഈ മേഘനയുടെ ചോദ്യങ്ങൾ പേടിച്ച് ഈ പാർവതി ഇവിടുന്ന് ഇറങ്ങി ഓടുന്ന എന്റെ സംശയം. മേഘനയെ ഒരു പഴുതുമില്ലാതെ പുറത്താക്കാനുള്ള പ്ലാനാണ് ആന്റി ഇത്. അവളെ ഇവിടുന്ന് പുറത്താക്കാതെ എനിക്കിനി വിശ്രമമില്ല. മേഘനയുടെ മുമ്പിൽ കുറച്ചുകൂടെ സൂക്ഷിച്ച് പെരുമാറണമെന്നാ ഞാൻ പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ മിഥുൻ പോലും ചക്കിയുടെ വിഷയത്തിൽ മേഘനയെയാണ് കൂടുതൽ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത്. എന്ത് ചെയ്താലും ഒന്നുകൂടെ ആലോചിക്കുന്നത് നല്ലതാ. ഇവിടെ എന്തിനാ വിവേക് നിർത്തിയത്? ആ പാർവതി താമസിക്കുന്ന വീടിന്റെ അഡ്രസ് ഇവിടെയാണെന്നാ പറഞ്ഞത്. അവരിങ്ങനെ ഒരു സ്ഥലത്താണോ താമസിക്കുന്നത്? അറിയില്ല, നമുക്ക് എന്തായാലും അന്വേഷിക്കാം. ഏട്ടത്തി, നമ്മുടെ ചക്കി ഇനി ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് വളരാൻ പോകുന്നത്. വല്യേട്ടൻ ചക്കിക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് സന്തോഷത്തോടെയല്ലേ വളർത്തിയത്. അങ്ങനെ വളർന്ന ചക്കി ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് എങ്ങനെ ജീവിക്കും ഏട്ടത്തി? ആദ്യ പാർവതി ഇവിടെ തന്നെയാണോ ജീവിക്കുന്നതെന്ന് നമുക്കറിയണം. ചേച്ചി ഒരു മിനിറ്റ്. ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ആരാ? ഇവിടെ പാർവതി എന്ന പേരിൽ ആരെങ്കിലും താമസമുണ്ടോ? ദേ ആ കാണുന്നതാ പാർവതിയുടെ വീട്. പക്ഷേ അവളിപ്പോ വീട്ടിലില്ലെന്നാ പറഞ്ഞേ. അവളുടെ മകളെ കാണാൻ വേണ്ടി പെട്ടെന്ന് എങ്ങോട്ടാ പോയത്. മകൾക്ക് വേണ്ടിയോ? അതെ മോളെ, കഴിഞ്ഞ 7-8 വർഷമായി അവള് സ്വന്തം കുഞ്ഞിനെ കണ്ടിട്ട് പോലുമില്ല. 2-3 ദിവസം മുന്നേ കുട്ടിയുടെ അഡ്രസ്സ് കിട്ടിയത്. അവരുടെ സ്വഭാവമൊക്കെ എങ്ങനെയാ? വളരെ നല്ല കുട്ടിയാ മോളെ. ടൈലറിംഗ് പണിയാണെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ജീവിക്കുന്നത്. പകല് മുഴുവൻ പണിയെടുത്ത് രാത്രി ആവുമ്പോഴാ തിരിച്ചു വരുന്നത്. അപ്പോ അവര് വീട്ടിലിരുന്നല്ലേ തയ്ക്കുന്നത്? അല്ല മോളെ, ഈ റോഡിന്റെ അറ്റത്തായിട്ട് ഒരു ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്. ആ കടയിലാ ജോലി ചെയ്യുന്നത്. ജോലിക്കാര്യത്തെ കുറിച്ചല്ലാതെ മറ്റാരോടൊന്നും സംസാരിക്കാറില്ല. ശരി ചേച്ചി. വിവേക്, നമുക്ക് പെട്ടെന്ന് അവിടം വരെ പോയിട്ട് വരാം. പറഞ്ഞോ? മാഡം പറഞ്ഞതുപോലെ തന്നെ അവരിവിടെ വന്നിരുന്നു. പാർവതിയെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. നിങ്ങൾ എന്ത് പറഞ്ഞു? മാഡം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു.
ഒരു വീട് കാണിച്ച് അത് പാർവതിയുടെ വീടാണെന്നും ഇവിടെ ഒരു ടൈലറിംഗ് ഷോപ്പിലെ ജോലി ചെയ്യണമെന്നും പറഞ്ഞു. നിങ്ങളോട് വീടിന്റെ കാര്യമല്ലേ പറയാൻ പറഞ്ഞേ, ഷോപ്പിന്റെ കാര്യമൊക്കെ എന്തിനാ പറഞ്ഞത്? ക്ഷമിക്കണം മാഡം, പെട്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാ. അവരങ്ങോട്ട് പോയിരിക്കാം മാഡം. ഛേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഡം? നമ്മുടെ ഇൻഫോമർ ഉണ്ടല്ലോ, അവര് മേഘനയോട് പറയാൻ നമ്മൾ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമല്ല എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞ സ്ഥലത്തേക്ക് മേഘന പോയിരിക്കുക. ഇനി ടൈലറിംഗ് ഷോപ്പ് കൂടി നമ്മൾ മാനേജ് ചെയ്യണം. മോളെ ചക്കി, ഇത് കഴിക്ക്. എനിക്ക് വിശപ്പില്ല ചെറിയമ്മ. കുറച്ചെങ്കിലും കഴിക്കും മോളെ. രാവിലെ മുതൽ നീ ഒരു വക കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല ചെറിയമ്മ. എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. നിന്നെ അമ്മയുടെ കൂടെ വിടാതിരിക്കാൻ അച്ഛനും അമ്മയും എന്തായാലും ശ്രമിക്കും ചക്കി. നീ ആഹാരം കഴിക്ക്. എനിക്കൊന്നും വേണ്ട ചിക്കു. എനിക്കൊന്നും കഴിക്കാനോ കുടിക്കാനോ തോന്നുന്നില്ല. ഞാൻ പറയുന്നത് കേക്ക് ചക്കി. നീ ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല. ആഹാരം കഴിക്ക്. ഇതാ. ചാരു, ആ പ്ലേറ്റിംഗ് ഇതാ. ചക്കി മോളെ, ഇത് കുറച്ചെങ്കിലും കഴിക്കേ. അച്ഛൻ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. മോൾ ആദ്യം കഴിക്കേ. അച്ഛൻ കഴിക്കാതിരിക്കുമ്പോ എനിക്ക് എങ്ങനെ ആഹാരം കഴിക്കാൻ പറ്റും? ആദ്യം കുട്ടികളല്ലേ കഴിക്കണ്ടേ? എനിക്ക് എല്ലാം അറിയാം. അച്ഛനൊന്നും കഴിക്കില്ല. ഞാനിവിടുന്ന് പോകുന്നോർത്ത് അച്ഛൻ നല്ല വിഷമത്തിലല്ലേ. അച്ഛൻ എങ്ങനെ വിഷമിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നറിയില്ലേ. അതുകൊണ്ട് എനിക്ക് തീരെ വിശക്കുന്നില്ല. എനിക്ക് എന്നും എന്റെ അച്ഛന്റെ കൂടെ താമസിച്ചാൽ മാത്രം മതി. മിഥുനെ, നീയും ഇങ്ങനെ ചക്കിയെപ്പോലെ തുടങ്ങിയ എങ്ങനെയാ? ചക്കി ഒട്ടും ആഹാരം കഴിക്കുന്നില്ല ഡാഡ്. എന്നെ വിട്ട് പോവില്ലെന്ന് പറഞ്ഞ് കരയാ. ഞാനിനി എന്താ ചെയ്യണ്ടേ ഡാഡ്? നമുക്ക് 3 ദിവസത്തെ സമയം കിട്ടിയിട്ടില്ലേ? അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. മേഘനയും നോക്കുന്നുണ്ടല്ലോ. ഇല്ല ഡാഡ്, മേഘന ഒന്നും ചെയ്യില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ആ പാർവതിയോട് ഇത്ര സംസാരിച്ച് 3 ദിവസത്തെ സമയം നമുക്ക് വാങ്ങി തന്നത് മേഘന തന്നെയല്ലേ? അങ്ങനെ വെറും 3 ദിവസം മാത്രമല്ല ഡാഡ്, എന്റെ കൂടെ ചക്കി എന്നും ഉണ്ടാവുക വേണ്ടേ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മഞ്ജരിക്കേ കഴിയൂ. അതുകൊണ്ട് ഞാൻ അവളോട് പറയാൻ പോവാ. നീ എന്താ പറയുന്നത് സരയു? പാർവതിയെക്കുറിച്ച് മേഘന എൻക്വയറി ചെയ്യുന്നുണ്ടെന്നോ? അതെ മഞ്ജരി, പാർവതി പറഞ്ഞ അഡ്രസ്സിലേക്ക് പോയി മേഘന പാർവതിയുടെ വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും സരയു? പാർവതി ഫേക്കാണെന്ന് അവൾ അറിയോ? ഡോണ്ട് വറി, ഓൾറെഡി ചെയ്യേണ്ടതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർവതി ജോലി ചെയ്തിരുന്ന ഷോപ്പിലേക്ക് മേഘൻ ഇപ്പൊ പോയിരിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സരയു. പാർവതിയെക്കുറിച്ചുള്ള എൻക്വയറി എല്ലാം കഴിയുമ്പോഴേക്കും മേഘന ശരിക്കും ഷോക്കായേ പറ്റൂ. അതിനുള്ള പ്ലാനൊക്കെ റെഡിയായി കഴിഞ്ഞു. മേഘനയുടെ എൻക്വയറി ഒക്കെ കഴിഞ്ഞ് അവള് വീട്ടിലെത്തുന്ന സമയം മതി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നീ ഇപ്പൊ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാ, എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം.
മഞ്ജരി, എന്ത് പറ്റി മിഥുൻ? ചക്കിയുടെ കാര്യത്തിലൊരു സഹായം ചോദിക്കാനാ വന്നത്. നിനക്ക് ആ പാർവതിയോട് സംസാരിക്കാൻ പറ്റുമോ? ഷുവർ മിഥുൻ, ഞാനത് ചെയ്യാതിരിക്കൂ. എനിക്ക് ചക്കിയെ തിരികെ വേണം. അതിന് നീ എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്ക്. അവർക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ കൊടുക്കാം. കാശല്ല, ഈ ലോകത്തുള്ള എന്ത് വേണേലും കൊടുക്കാം. എന്റെ എല്ലാ സ്വത്തും വേണമെങ്കിൽ ഞാൻ അവർക്ക് എഴുതി കൊടുക്കാം. എനിക്ക് എന്റെ ചക്കി വേണം. പ്ലീസ് മഞ്ജരി. എന്നോട് ഇത്രയും പറയേണ്ട കാര്യമുണ്ടോ? ചക്കി നമ്മുടെ മകളല്ലേ. നിനക്ക് വേണ്ടി ആ പാർവതിയുടെ കാലിൽ വീണിട്ടാണെങ്കിലും ഞാൻ അവരെ കൺവിൻസ് ചെയ്തോളാം. യു ഡോണ്ട് വറി, പോയി റിലാക്സ് ചെയ്യ. താങ്ക്സ് മഞ്ജരി. നീ എന്തിനാ മിഥുനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച്? ഇനി നീ ഇതിനു വേണ്ടി ആ പാർവതിയുടെ കാലിൽ പോയി വീഴുന്നുണ്ടോ? അതിനവള് ചക്കിയുടെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ ആന്റി. അവരുടെ കാലിൽ പോയി ഞാൻ വീഴേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്ന് വെച്ചാൽ ചക്കിയെ ഇവിടെ തന്നെ നിർത്താനാണോ പ്ലാൻ? ചക്കി ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ മിഥുൻ ഒരിക്കലും എന്റേതാവില്ലല്ലോ. ഇന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ചക്കിയും പാർവതിയും ഇവിടെ നിറക്കി വിടാനാ ഞാൻ ആലോചിക്കുന്നത്. അപ്പോ നീ മിഥുന് വാക്കു കൊടുത്തതോ? അത് വെറുതെ കള്ളം പറഞ്ഞതല്ലേ. ചക്കി ഇവിടെ എന്നേക്കുമായി പോണം. അപ്പോഴേ മിഥുൻ എന്റേതായി മാറും. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മിഥുനെ ഞാനായിരിക്കും ആശ്വസിപ്പിക്കുന്നത്. ഇതാണ് മിഷൻ പാർവതി. നീ ശരിക്കൊരു ബുദ്ധിരാക്ഷസി തന്നെയാ മഞ്ജരി. അവസരത്തിനൊത്ത് നിറമാറുന്ന കാര്യത്തിൽ നീ മിടുക്കി തന്നെയാ. ഇന്നത്തെ കാലത്ത് മേഘനെ പോലെ അത്ര സത്യസന്ധയൊന്നും ആവാൻ പാടില്ല. കുറച്ചൊക്കെ അഭിനയിച്ചാലേ ശരിയാവും. എന്നാലേ നമ്മൾ വിചാരിച്ചതൊക്കെ സാധിച്ചെടുക്കാനും പറ്റൂ. എക്സ്ക്യൂസ് മീ. എന്താ വേണ്ടേ? ഇവിടെ പാർവതി എന്ന പേരുള്ള ഒരു സ്ത്രീ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. നിങ്ങൾ ആരാ? അവരെ അറിയാവുന്ന ആൾക്കാർ തന്നെയാ. പാർവതി ഇവിടെ എത്ര നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറയാൻ 4-5 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. നല്ലൊരു കുട്ടിയാ അവള്. എപ്പോഴും അവൾക്ക് അവളുടെ മോളുടെ കാര്യം പറയാനേ നേരമുള്ളൂ. ഇപ്പൊ ലീവിലാ. അവളുടെ മോൾ എവിടെയാന്ന് അറിഞ്ഞു അത്രേ. അങ്ങോട്ടാ പോയിരിക്കുന്നേ. നിങ്ങൾ പാർവതിനെ അറിയാന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. കുറച്ച് കാര്യങ്ങളെ അറിയൂ. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങൾ ഇവിടെ വന്ന് ചോദിച്ചു എന്ന് പാർവതിയോട് നിങ്ങൾ പറയാൻ നിൽക്കണ്ട. വിവേക്, നമുക്ക് താങ്ക് യു. ഏട്ടത്തി, ഇതിപ്പോ ചോദിക്കുന്നവരെല്ലാം പാർവതിയെ കുറിച്ച് പോസിറ്റീവാണല്ലോ പറയുന്നേ. ചക്കിയുടെ കാര്യം അറിയാമെന്ന് തോന്നുന്നു. അവരിനി ശരിക്കും ചക്കിയുടെ അമ്മയായിരിക്കോ? അല്ല വിവേക്, അവരുടെ സ്വഭാവം കണ്ടിട്ട് ചക്കിയുടെ അമ്മയാണെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം ഇവര് പ്ലാൻ ചെയ്തതാണെന്നാ തോന്നുന്നത്. ചിലപ്പോ ഇതെല്ലാം നമ്മുടെ തെറ്റിദ്ധാരണകളാവില്ലേ? അവര് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെങ്കിലോ? ഞാനും ആദ്യം അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷെ പാർവതിയുടെ പ്രവൃത്തിയും ഇവരുടെയൊക്കെ സംസാരവും കാണുമ്പോ എന്തൊക്കെ സംശയം തോന്നും. അവര് ചക്കയുടെ അമ്മയല്ലെന്ന് തന്നെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും സംശയം തോന്നിക്കൊണ്ടിരിക്കുന്നത്. ചക്കിയും പറഞ്ഞില്ലേ അവര് തന്റെ അമ്മയാണെന്ന് ഫീൽ ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ. എല്ലാം തന്നെ ഓപ്പോസിറ്റ് ആയിട്ടല്ല നടക്കുന്നേ. ഇതൊക്കെ മനഃപൂർവ്വം ആരോ വേണമെന്ന് വെച്ച് പറഞ്ഞു ചെയ്യിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. നമ്മൾ അറിയാതെ നമ്മളെ പറ്റിക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചക്കിയെ വല്യേട്ടനിൽ നിന്ന് അകറ്റാൻ ആരായിരിക്കും ശ്രമിക്കുന്നത് ഏട്ടത്തി? ആർക്കും അതുകൊണ്ട് എന്തോ ആവശ്യമുണ്ട്. അതാരാണെന്നും അവരുടെ ആവശ്യം എന്താണെന്നും നമുക്ക് എത്രയും വേഗം കണ്ടെത്തണം. എന്നാ നമുക്ക് പോയാലോ? ഹലോ മാഡം. പറഞ്ഞോളൂ. അവരവിടെ വന്നിരുന്നോ? അവര് വന്നായിരുന്നു. ഞാൻ മാഡം പറഞ്ഞ പോലെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അവരിനി എപ്പോ വന്നാലും ഇത് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ ഓക്കെ. മേഘനയ്ക്കുള്ള അടുത്ത ബോംബ് ഞാൻ വെച്ചു കഴിഞ്ഞു. മേഡം ആ മേഘനയെ കുറച്ചുകൂടെ സൂക്ഷിക്കുന്നതാ നല്ലത്. അത്ര പെട്ടെന്ന് അവരിത് വിട്ടുകൊടുക്കുമെന്ന് വിചാരിക്കണ്ട. അവൾ എനിക്ക് നന്നായിട്ട് അറിയാം മിസ്റ്റർ രാജൻ. അതുകൊണ്ടാ മേഘനയ്ക്ക് വീട്ടിലൊരു ആറ്റം ബോംബ് തന്നെ വെച്ചത്. ഇപ്പൊ അവള് തിരിച്ച് വീട്ടിലേക്ക് പോവില്ലേ? അവിടെ എത്തിക്കഴിയുമ്പോ ആ ബോംബിന്റെ ആഘാതം അവള് മനസ്സിലാക്കും.
അതോടെ മേഘനയുടെ മൈൻഡ് തന്നെ ബ്ലോക്കായി അവള് ഷോക്ക് ആവാൻ പോവാ. പാർവതി മാഡം, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ മാഡം. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് തീരെ ശരിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞങ്ങളുടെ സങ്കടം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ള വിശ്വാസം കൊണ്ടാ ഇങ്ങനെ ചോദിക്കുന്നത്. മാഡം ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യേണ്ടത്? നിങ്ങള് ചക്കിയുടെ സ്വന്തം അമ്മയാണല്ലോ. ആ സ്നേഹം നിങ്ങൾക്കുണ്ടെന്നും അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചക്കിയോടൊപ്പം ഇവിടെ തന്നെ ജീവിക്കാമല്ലോ. നിങ്ങൾക്കുള്ള അതേ സ്നേഹം ഞങ്ങൾക്കും അവളോടുണ്ട്. പ്രധാനമായിട്ടും ചക്കിയെ പിരിഞ്ഞ് മീതിന് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഒരു നിമിഷം പോലും ചക്കിയെ പിരിഞ്ഞ് മീതു നിന്നിട്ടില്ല. ചക്കിയെ ജീവന തുല്യം സ്നേഹിച്ച് അത്രയധികം വാത്സല്യം കൊടുത്താണ് മീതുൻ ചക്കിയെ വളർത്തിയത്. ഇത്രയും പെട്ടെന്ന് വന്ന ചക്കയെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിയില്ല. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചക്കയെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയാ മീതുന് ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. അതുകൊണ്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ചക്കയെ തിരികെ തരണം. ദയവ് ചെയ്ത് ഞങ്ങളുടെ മകളെ നിങ്ങൾ കൊണ്ടുപോകരുത്. നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? ആ മകളെ നൊന്ത് പ്രസവിച്ചത് ഞാനാ. എന്റെ മകളെ ഞാൻ ഇനിയും ഉപേക്ഷിക്കണോ? പ്ലീസ് പാർവതി മാഡം, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ കയ്യിലല്ല, കാലിൽ വീഴാനും തയ്യാറാ. ഞാൻ നിന്റെ കാലിൽ വീഴുന്നത് പോലെ അഭിനയിക്കാൻ പോവാ. നീ അതിന് സമ്മതിച്ചു എന്ന രീതിയിൽ അഭിനയിക്കണം. വിശ്വാസമായില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്താ മാഡം നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എല്ലാരും എന്നെ ഇങ്ങനെ നിർബന്ധിക്കരുത്. ഞങ്ങൾക്ക് മറ്റു വഴികളൊന്നും ഇല്ലാത്തോണ്ട. ചക്ക ഇവിടെ ഇല്ലെങ്കിൽ മീതുന്റെ കാര്യം കഷ്ടം. ചക്കയ്ക്ക് പകരമായി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, അതെന്തായാലും ഞങ്ങൾ തരാൻ തയ്യാറാ. നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് എന്റെ ജീവൻ പോലും തരാൻ മടിയില്ല. ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് തന്നെ തരണം, പ്ലീസ് പാർവതി. ഇവളങ്ങനെ സാധാരണ നടിയൊന്നുമല്ല, മഹാനടി തന്നെയാ. നിങ്ങൾ ഇത്രയും അപേക്ഷിക്കുമ്പോ എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷേ എന്റെ മകളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ചക്കയെ കൂടെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ അവളെ നന്നായി സ്നേഹിച്ച് കഴിയുന്നത് പോലെ വളർത്തി ഒരു കല്യാണം നടത്തി കൊടുക്കും, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തോളാം. ചക്ക ഇവിടെ ഉണ്ടെങ്കിൽ അവൾ ഒരു രാജകുമാരിയെ പോലെ വളരും. അവളുടെ ഭാവി സുരക്ഷിതമായിരിക്കും. പ്ലീസ് നിങ്ങൾ ഇതിന് സമ്മതിക്കണം. പ്ലീസ് പാർവതി. വിരോധമില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം താമസിക്കാം. ചക്കിയുടെ അമ്മയായതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു കുറവും ഉണ്ടാവില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ശരി, അങ്ങനെ ആവട്ടെ. നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് പറയുമ്പോ പറ്റില്ലെന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ചക്കി ഇവിടെ തന്നെ വളരട്ടെ. ഞാൻ ഇടയ്ക്ക് വന്ന് എൻ്റെ മകളെ കണ്ടിട്ട് പോയിക്കോളാം. താങ്ക് യു സോ മച്ച് പാർവതി മാഡം. നിങ്ങളോടുള്ള നന്ദി വാക്കുകളോണ്ട് പറയാൻ പറ്റില്ല. നമ്മുടെ മകൾ ചക്കിയെ നല്ല രീതിയിൽ തന്നെ വളർത്തണം. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത സ്ഥാനത്തേക്ക് നമുക്ക് ചക്കിയെ വളർത്തണ്ടേ? എൻ്റെ മകളുടെ സന്തോഷത്തെക്കാളും വലുതായി ഈ ലോകത്ത് മറ്റൊന്നും പകരാവില്ലല്ലോ മാഡം. ഹലോ, അവിടുത്തെ ഡ്രാമയൊക്കെ തീർന്നില്ലേ?
ഇനി ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? അവരങ്ങനെയൊക്കെ ചോദിച്ചോ? ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. നിങ്ങൾ നല്ലവരും നല്ല മനസ്സുള്ളവരുമാണെന്നാ വിചാരിച്ചത്. എന്നിട്ട് ഇങ്ങനെയാണോ എന്നോട് ചെയ്യേണ്ടത്? ഇപ്പൊ എന്തു പറ്റി പാർവതി മാഡം? എന്നോട് 3 ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഇതിനു വേണ്ടിയാണോ? എന്നിങ്ങനെ അപമാനിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് ഞങ്ങൾ എന്താ ചെയ്തേ? നിങ്ങളല്ല സാർ, നിങ്ങളുടെ ഭാര്യ മേഘന.